ഇവിടെ പ്രേക്ഷകരെ നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. അവിടെ വഞ്ചിയൂർ കൊലപാതക കേസിലെ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുകയാണ്. ഗോപാൽ ശിലാസനൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഗോപാൽ, എല്ലാ പ്രതികളെയും എത്തിച്ചോ അതോ വിനീതിനെ മാത്രമാണോ എത്തിച്ചിരിക്കുന്നത്? ഡോക്ടർ, നിലവിൽ വിനീതിനെ മാത്രമാണ് എത്തിച്ചിട്ടുള്ളത്. കാരണം ഈ കേസിൽ ഈ കത്തി വലിച്ചെറിഞ്ഞ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വലിച്ചെറിഞ്ഞത് വിനീതാണ്. ഈ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്താണ് ഈ പ്രതികൾ അവരുടെ വാഹനം ഉപേക്ഷിച്ചിരുന്നത്. ഒരു ആൾട്ടോ 800 കാറിലാണ് ഇവർ ഇന്നലെ കൊലപാതകത്തിന് വേണ്ടി എത്തിയതും അത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. ആ കാർ ഇവിടെയാണ് ഉപേക്ഷിച്ചിരുന്നത്. ഇവിടെ കാർ ഉപേക്ഷിച്ചതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ ഉൾഭാഗത്തേക്ക് പ്രതി വിനീത് കത്തി വലിച്ചെറിയുകയായിരുന്നു. അപ്പോൾ ആ കത്തി കണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് സംഘം ഈ തെളിവെടുപ്പിനായി വിനീതിനെ മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി എത്തിയതിനു ശേഷം ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. മറ്റുദ്യോഗസ്ഥർ കൂടി എത്തിയതിന് പിന്നാലെ ഇവിടെ നിന്ന് ഈ കത്തി വലിച്ചെറിഞ്ഞു എന്ന് സംശയിക്കപ്പെടുന്ന പ്രദേശത്ത് തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ചുമന്ന ഷർട്ടിട്ട വ്യക്തിയാണ് വിനീതൻ എന്ന പ്രതി. വിനീതൻ ഈ പ്രദീപിന്റെ സുഹൃത്താണ്. പാച്ചല്ലൂർ സ്വദേശിയാണ്. ഈ കൊലപാതകത്തിൽ ഇപ്പോൾ സ്ഥലത്തെത്തിച്ച് പ്രതിയെ തെളിവെടുക്കുകയാണ്.